തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ ആറ്റുകാൽ കല്ലടിമുഖത്ത് പ്രവർത്തിക്കുന്ന സായാഹ്നം വൃദ്ധസദനത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചു. 41 അന്തേവാസികളാണ് സംഭവ സമയം വൃദ്ധസദനത്തിൽ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ജിബിൻ JB പറയും. ഈ റിപ്പോർട്ടിന് ശേഷം ഒരിടവേളയാണ്. ശേഷം ന്യൂസ് 224 പ്രജീഷ് കൈപ്പള്ളി ചേരും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സായാഹ്നം എന്ന് പറയുന്ന വൃദ്ധസദനത്തിലാണ് അല്പസമയം മുമ്പ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ഒരു അപകടമുണ്ടായത്. ആറ്റുകാൽ വാർഡിൽപ്പെട്ട കല്ലടിമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സായാഹ്നം എന്ന വൃദ്ധസദനം പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 വയസ്സിന് മുകളിലുള്ള 41 അന്തേവാസികളാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ ഗ്യാസ് സിലിണ്ടർ, അടുക്കളയിൽ വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൗൺസിലർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്? നിലവിൽ ഒരു ഗ്യാസിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റൊരു ഗ്യാസിൽ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്യാസ് തീർന്നതിനെ തുടർന്ന് പുതിയൊരു ഗ്യാസ് ചേഞ്ച് ചെയ്തപ്പം ഉണ്ടായ അപകടമാണ്. മേയറുടെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അവർ ഫുഡൊക്കെ കഴിച്ചു. പൂർവ്വ സ്ഥിതിയിലേക്ക് അടുക്കള എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും മേയറുടെ നിർദ്ദേശപ്രകാരം ഫുഡും പിന്നെ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പണി അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ വൃദ്ധർക്കാർക്കും നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നിലയിൽ അവിടെ നിന്ന് കുക്കിന് ചെറിയ രീതിയിലുള്ളൊരു പൊള്ളലേറ്റിട്ടുണ്ട്. പുള്ളിയുടെ എത്ര പേർക്കാണ് പരിക്കേറ്റത്? 2 പേർക്കാണ്. കാലിലും മുഖത്തും കയ്യിലുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴും ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വലിയ പരിക്കില്ല, എന്നാലും ഒരു ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. ഒരു 9-9:30 ആവും, 9:10 മണിയൊക്കെ ആവും. കൈ കൊണ്ടാണ് പൊത്തിയത്, ഗ്യാസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് നിന്നില്ല. അപ്പോഴേക്കും ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു. പുള്ളി എന്നെ വിളിച്ചു. ഞാൻ കയറുമ്പോഴേക്കും പെട്ടെന്ന് ഗ്യാസ് സ്പ്രെഡായി പെട്ടെന്ന് കത്തി. പിന്നെ പുള്ളിയെ കൊണ്ട് നിൽക്കാൻ പറ്റാതെ പുറത്തിറങ്ങി. അപ്പോഴേക്കും നമ്മൾ എല്ലാവരെയും പുറത്ത് ഇറക്കുകയും ചെയ്തു, അന്തേവാസികളെ. ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം മറ്റാർക്കും തന്നെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതരാണ്. സുജിത് തോമസിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.